വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അടുക്കളയിൽ കുറച്ച് സ്പീഡായിരിക്കും കേട്ടോ എല്ലാ കാര്യങ്ങളും. അത് വേറൊന്നും കൊണ്ടല്ല, ഷിനാജ് ഉച്ചയ്ക്ക് പള്ളിയിൽ പോകാൻ വരുമ്പം അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വരും വീട്ടിലേക്ക്. എല്ലാ ദിവസവും നമ്മുടെ ഓൾമോസ്റ്റ് ജോലിയും ചോറും കറിയൊക്കെ വെക്കൽ ഒരു 12:30 ആകുമ്പോൾ കഴിയും. എന്നാലും വെള്ളിയാഴ്ച ആയാലും ഞങ്ങൾക്കൊരു ടെൻഷനാണ്, ആൾ വരുമ്പോഴത്തേക്ക് ആകുവാന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറിയും നെയ്ച്ചോറും വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയിലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും, ബിരിയാണി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഈ ബക്കറ്റിൽ സാധനം ഇട്ട് വെച്ചാൽ പിന്നെ നമുക്ക് ഓർമ്മ കാണത്തില്ല. എന്തെങ്കിലും സാധനം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം മുതലേ എല്ലാം തപ്പണമെന്ന്. അങ്ങനെ അരി തപ്പി ആ ബക്കറ്റിൽ നിന്ന് കിട്ടി. നെയ്ച്ചോറിനുള്ള പരിപാടിയൊക്കെ ഉമ്മ നോക്കി. അത് കഴിഞ്ഞിട്ട് പരിപ്പ് കറി വെച്ച് കേട്ടോ ഞാൻ. പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് കുക്കറിലിട്ടിട്ട് ഒരു വിധത്തിൽ നോക്കിയിട്ട് അടക്കാൻ പറ്റുന്നില്ല. റെഡിയാക്കി കൊണ്ടുവന്ന കുക്കറായിരുന്നു, പക്ഷേ എങ്ങനെയൊക്കെ നോക്കിയിട്ട് അടക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ അതിൽ നിന്ന് വേറെ കുക്കറിലേക്ക് മാറ്റി. പിന്നെ ഞാൻ ഈ കുപ്പിയിൽ ഒഴിച്ച് വെക്കുന്നത് നെല്ലിക്കായും കാന്താരിയും മുളകും കൂടി ഇട്ട് ജ്യൂസ് അടിച്ചതാണ് കേട്ടോ. ഉമ്മാക്ക് ഷിനാജിനും ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ രണ്ടുപേരും കുടിക്കും. അപ്പോൾ ഞാൻ കുപ്പിയിൽ നിറച്ച് ഫ്രിഡ്ജിലാക്കി വെച്ച്. എനിക്ക് പൊതുവെ അതിനോടൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുടിക്കാറില്ല കേട്ടോ. പരിപ്പ് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ട് ഞാൻ പിന്നെ അടിച്ചുവാരി തുടക്കാൻ നിന്നേട്ടെ. ഈ പരിപ്പെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ നാട്ടിൽ, അതായത് ആലപ്പുഴയിൽ നെയ്ച്ചോറ് വെച്ചാൽ മസ്റ്റ് ആയിട്ടും ഉണ്ടാകുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു പരിപ്പ് കറി. ഇവിടെ ഞാൻ വന്ന് ഉണ്ടാക്കുമ്പോൾ ഇവർ പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലെന്നാണ്. പക്ഷേ നല്ല അടിപൊളിയാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ കൂടി ഒരു കോമ്പിനേഷൻ. അങ്ങനെ ഓൾമോസ്റ്റ് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് ചോറും കറിയൊക്കെ ആയി കേട്ടോ. ഷിനാജ് വന്നപ്പോഴത്തേക്കും ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നു. എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഞാൻ കുളിക്കുന്നതാണ്. അതായത് വീട്ടിൽ വന്നിട്ടാണ് പിന്നെ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ ഷിനാജ് പള്ളിയിൽ പോയി വരുമ്പോഴത്തേക്കും എനിക്ക് കുളിക്കണം. ഇന്നാണെങ്കിൽ മുറ്റം അടിച്ചിട്ടില്ല കേട്ടോ, നിറച്ച് ഇലയുണ്ട്. അതുകൊണ്ട് മുറ്റത്ത് ഇത് എപ്പോഴും അടിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് 2 ദിവസം ഇടവിട്ട് ഞങ്ങൾ അടിക്കാറുള്ളൂ. അങ്ങനെ കുളിച്ച് വന്നിട്ട് ഞാൻ പിന്നെ പപ്പടമൊക്കെ പൊരിച്ച് വെക്കുകയാണ്. ഷിനാജിന് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പം നെയ്ച്ചോറാണെങ്കിലും ബിരിയാണി ആണെങ്കിലും വെറുംചോറാണെങ്കിലും പപ്പടം ഉണ്ടെങ്കിൽ നമ്മൾ പൊരിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഷിനാജ് പള്ളിയിൽ നിന്ന് വന്നിട്ട് നമ്മൾ 3 പേരും കൂടി ഇരുന്ന് ചോറ് കഴിക്കുകയാണ്. ഇന്ന് നെയ്ച്ചോറ് വെച്ചപ്പോൾ എന്തോ അതിന് പറ്റി ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടോ, സെറ്റായി വന്നില്ല. പിന്നെ പരിപ്പ് കറിയാണെങ്കിലും കുറച്ച് കുറുകിപ്പോയി. അങ്ങനെ സലാഡും നല്ല ചിക്കൻ കറിയും പപ്പടവും ഒക്കെ കൂട്ടി കുഴച്ച് കഴിച്ച്. ഈ പരിപ്പ് കറിയൊക്കെ ഭയങ്കര സിമ്പിളാണ്. ഇവിടെ വെറുംചോറിൻ്റെ കൂടെയൊക്കെ പരിപ്പ് കറി ഉണ്ടാക്കാറുണ്ട്, പക്ഷേ നെയ്ച്ചോറിൻ്റെ കൂടെ അങ്ങനെ കോമ്പിനേഷൻ ഇല്ല കേട്ടോ ഞങ്ങളുടെ നാട്ടിലത്തെ പോലെ. അപ്പോൾ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ഒക്കെ നാട്ടിൽ ഇതുപോലെ നെയ്ച്ചോറും പരിപ്പ് കറിയും കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷിനാജ് ഇത് തിരിച്ച് കടയിൽ പോവാണ്. വെള്ളിയാഴ്ച വന്നിട്ട് പിന്നെ തിരിച്ച് കടയിൽ പോകുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല കേട്ടോ, ഒരു സങ്കടമാണ്.